കേരള രാഷ്ട്രീയത്തിൽ നിർണായകമായ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് കോൺഗ്രസ് മുന്നേറുമ്പോൾ നേതൃത്വത്തിന്റെ ഓരോ വാക്കിലും നോക്കിലും ജാഗ്രത ഉണ്ടാകണമെന്ന സന്ദേശമാണ് ഹൈക്കമാൻഡിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശൻ നടത്തിയ പരാമർശങ്ങൾ പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഭരണപരിചയത്തെക്കുറിച്ചുള്ള മറുപടിയിൽ നരേന്ദ്രമോദിയുടെ പേര് പരാമർശിക്കപ്പെട്ടതാണ് ദേശീയ നേതൃത്വത്തെ അതൃപ്തിയിലേക്ക് നയിക്കാൻ കാരണമായത്. ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ട് അത്തരമൊരു താരതമ്യം വന്നതിലെ രാഷ്ട്രീയ പിഴവാണ് ഇപ്പോൾ ഗൗരവപരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. പോരുമുറുകുമ്പോൾ ആരാകും മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുക എന്നെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുമ്പോഴാണ് സ്വന്തം കുഴി തോണ്ടിക്കൊണ്ട് വി.ഡി. സതീശൻ എത്തിയത്. ഒരു ദേശീയ മാധ്യമത്തിന് കൊടുത്ത മറുപടിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്: മോദിയും വി.എസ്. അച്യുതാനന്ദനുമൊക്കെ മുഖ്യമന്ത്രിയായത് ഭരണപരിചയം കൊണ്ടല്ലോ എന്നായിരുന്നു. അതാണിപ്പോൾ സതീശന് പണി കിട്ടിയിരിക്കുന്നത്. നരേന്ദ്രമോദിയുമായുള്ള ഈ താരതമ്യം ചെയ്യലിൽ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും കടുത്ത അതൃപ്തിയും അറിയിച്ചു കഴിഞ്ഞു. ഇത് സതീശന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള ദൂരം കൂട്ടും. കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകരും രാഹുൽ ഗാന്ധിയുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് നെഞ്ചിലേറ്റുന്നവരാണ്. അതുകൊണ്ട് തന്നെ മോദിയുടെ പേര് ഒരു തരത്തിലും പാർട്ടി നേതാക്കളുടെ സംസാരത്തിൽ അനുകൂലമായ അർത്ഥത്തിൽ വരുന്നത് പ്രവർത്തകർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. സതീശന്റെ വാക്കുകൾ ബി.ജെ.പി. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഗൗരവത്തോടെയാണ് ഹൈക്കമാൻഡും കാണുന്നത്. തെരഞ്ഞെടുപ്പ് വിജയങ്ങൾക്കപ്പുറം കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യയശാസ്ത്ര വ്യക്തതയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന ഉറച്ച നിലപാടിലാണ് രാഹുൽ ഗാന്ധി. ഈ വിഷയത്തിൽ ഹൈക്കമാൻഡിന്റെ ഇടപെടൽ കേവലം ഒരു തിരുത്തൽ നടപടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന കേരള ഭരണത്തിലേക്ക് ഏറ്റവും മികച്ച നേതൃത്വത്തെ കൊണ്ടുവരാനുള്ള കരുതൽ കൂടിയാണ്. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യവും പാർട്ടിയുടെ അന്തസ്സും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. മുഖ്യമന്ത്രി കസേരയെക്കുറിച്ചുള്ള തർക്കങ്ങൾക്കപ്പുറം ഓരോ നേതാവിനും കൃത്യമായ ഉത്തരവാദിത്തങ്ങളും അതിർവരമ്പുകളും ഉണ്ട് എന്ന് ഹൈക്കമാൻഡും ഓർമ്മപ്പെടുത്തുന്നു. രാഹുൽ ഗാന്ധിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സതീശന്റെ ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ പാർട്ടിക്ക് ദോഷമാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഡൽഹിയിൽ നിന്നും ശക്തമായ നിർദ്ദേശങ്ങളും വന്നു കഴിഞ്ഞു. ഭരണപരിചയമോ പദവികളോ അല്ല, മറിച്ച് പാർട്ടിക്കുള്ളിയുടെ നയങ്ങളോടുള്ള കൂറാണ് ഏറ്റവും പ്രധാനമെന്ന് നേതൃത്വം അടിവരയിടുന്നു. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് രാഹുൽ ഗാന്ധി എടുക്കുന്ന ഏത് തീരുമാനവും പാർട്ടിയുടെ വളർച്ചയ്ക്കും നാടിന്റെ നന്മയ്ക്കും വേണ്ടിയായിരിക്കുമെന്ന്. വ്യക്തിപരമായ താല്പര്യങ്ങളും അപ്പുറം പ്രസ്ഥാനത്തിന്റെ കെട്ടുറപ്പിനാണ് പ്രാധാന്യമെന്ന് ഈ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു. സതീശന്റെ വാക്കുകളിലെ പിഴവുകൾ തിരുത്തിച്ച് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കാൻ ഹൈക്കമാൻഡിന് സാധിക്കും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ആശയക്കുഴപ്പങ്ങളും നീക്കി കരുത്തുറ്റ ഒരു ജനകീയ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രാപ്തമാണ്. എന്തായാലും മോദിയെ ഉദാഹരണമാക്കിയത് സതീശന് 8ന്റെ പണിയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്.